ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും കരിയർ ട്രാക്കർ PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറുപ്പവനും മലർഗന്ധമേകും വെട്ടുന്നവനും തരുചൂടകറ്റും ഹനിപ്പവനും കിളിപ്പാട്ടുപാടും പരോപകാര പ്രവണം പ്രപഞ്ചം. മഹാകവി ഉള്ളൂർ S. പരമേശ്വരയ്യരുടെ വരികളാണിവ. നമുക്കറിയാം, ആധുനിക കവിത്രയങ്ങളിൽ ഒരാളാണ് ഉള്ളൂർ S. പരമേശ്വരയ്യർ. ആധുനിക കവിത്രയം നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ കൂട്ടായ്മയാണ് ആധുനിക കവിത്രയം. കുമാരനാശാനെ നമ്മൾ ആശാൻ ആശയഗാംഭീര്യൻ എന്ന വിശേഷണത്തോടു കൂടി വിശേഷിപ്പിച്ചു. ഉള്ളൂരിനും അതുപോലൊരു വിശേഷണമുണ്ട്. ഉള്ളൂർ ഉജ്ജ്വല ശബ്ദാഢ്യൻ. ഉജ്ജ്വല ശബ്ദാഢ്യൻ എന്ന വിശേഷണമുള്ള മഹാകവിയാണ് ഉള്ളൂർ. അദ്ദേഹത്തിന്റെ മഹാകാവ്യമാണ് ഉമാകേരളം. കുട്ടികൾക്കിടയിൽ സുപരിചിതമായ കാക്കേ കാക്കേ കൂടെവിടെ എന്ന പ്രശസ്തമായ ബാലകവിതയുടെ കർത്താവും ഉള്ളൂരാണ്. അദ്ദേഹത്തിന്റെ മറ്റ് കൃതികളാണ് കർണഭൂഷണം. കർണഭൂഷണം ഒരു ഖണ്ഡകാവ്യമാണ്. പിങ്കള, പ്രേമസംഗീതം, ചിത്രശാല, കൽപ്പശാഖി, രത്നമാല, ബോധനം, ഒരു മഴത്തുള്ളി, ഇവയൊക്കെ ഉള്ളൂരിൻ്റെ മണിമഞ്ജുഷ, ഇവയൊക്കെ ഉള്ളൂരിൻ്റെ കൃതികളാണ്. ഇന്നത്തെ വിഷയം ഉള്ളൂരല്ല, വിപരീത പദങ്ങൾ എന്ന ഒരു വിഷയവുമായാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. എങ്കിലും ഉള്ളൂരിനെ നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. വിപരീത പദങ്ങൾ, അതായത് ഒരു പദത്തിന് വിപരീതമായി പറയാവുന്ന, ഉച്ചരിക്കാവുന്ന പദങ്ങളാണ് വിപരീത പദങ്ങൾ. അതിൻ്റെ വിപരീതമായ ഓപ്പോസിറ്റായ അർത്ഥം വരുന്ന പദങ്ങൾ. കുറച്ച് വിപരീത പദങ്ങളെ നമുക്കിവിടെ പരിചയപ്പെടാം. ആദ്യത്തേത് അപേക്ഷ. അപേക്ഷ എന്നതിൻ്റെ വിപരീതമാണ് ഉപേക്ഷ എന്നത്. അഗ്രജൻ അവരജനാണ്. ജ്യേഷ്ഠൻ അനിയനാണ് എന്നതുപോലെ അഗ്രജൻ അവരജനാണ്. അല്പം അനൽപം എന്നാണ് അതിൻ്റെ വിപരീതം. അപായത്തിന്റെ വിപരീതമാണ് ഉപായം. പുകഴ്ത്തുക എന്നത് ഇകഴ്ത്തുക, പുകഴ്ത്തി പറയുക, ഇകഴ്ത്തി പറയുക. ഉന്നതം എന്നതിൻ്റെ വിപരീത പദമാണ് അവനതം. ശ്രദ്ധിക്കുക, അവനതം. ഉന്നതം എന്നതിൻ്റെ വിപരീതം അവനതം. അതുപോലെ ഉത്തമം എന്നത് വിപരീതമായി വരുമ്പോൾ അധമം എന്നതാണ്. ഉത്തമം എന്നതിൻ്റെ വിപരീതം അധമം. ഉച്ചം നീചം. ഇഹം പരം. ഇഹത്തെ സംബന്ധിക്കുന്നത്, പരത്തെ സംബന്ധിക്കുന്നത്. ഇനി മാമകം, താവകം, എന്റേത് നിന്റേത്. ദുഷ്ടൻ ശിഷ്ടൻ. നിമ്നം എന്നതിൻ്റെ വിപരീതമാണ് ഉന്നതം എന്നത്. നേട്ടം, നമുക്ക് നേട്ടമുണ്ടായി എന്ന് പറയുന്നത് പോലെ തന്നെ കോട്ടം. വിവൃതം എന്നതിൻ്റെ വിപരീതം സംവൃതം എന്നാണ്. വൃദ്ധി, ക്ഷയം. ചന്ദ്രന്റെ വൃദ്ധിയും ക്ഷയവും ഒക്കെ നമ്മൾ സയൻസ് ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? വൃദ്ധി, ക്ഷയം. വിരസം, സരസം. വിരസത്തിന്റെ വിപരീതം സരസമാണ്. വിരസൻ, സരസൻ. വിമുഖൻ, ഉന്മുഖൻ. വിമുഖൻ എന്നതിൻ്റെ വിപരീത പദമാണ് ഉന്മുഖൻ. നശ്വരം, അനശ്വരം. നശ്വരം നശിക്കുന്നത്, അനശ്വരം നശിക്കാത്തത്. ശോഷണം, പോഷണം. ശോഷിച്ചു പോകുന്നു, പോഷിക്കുന്നു. ശോഷണം, പോഷണം. വൃഷ്ടി, സമഷ്ടി. സദാചാരം, ദുരാചാരം. മറ്റൊന്ന് ഹ്രാസം, വികാസം. ഹ്രാസം എന്നതിൻ്റെ വിപരീതമാണ് വികാസം. ഹ്രാസം ചുരുങ്ങുക, വികാസം വികസിക്കുക. ഹ്രസ്വം എന്നതിൻ്റെ വിപരീതം ദീർഘമാണ്. ഹ്രാസവും ഹ്രസ്വവും മാറരുത്. ഹ്രാസം വികാസം, ഹ്രസ്വം ദീർഘം. അതുപോലെ സൂക്ഷ്മം, സ്ഥൂലം. സൂക്ഷ്മം എന്നതിൻ്റെ വിപരീതം സ്ഥൂലമാണ്. സുമതി കുമതിയായി മാറുന്നു വിപരീത പദത്തിലേക്ക് വരുമ്പോൾ. വിഷാദം, പ്രസാദം. വിഷാദം എന്ന് പറഞ്ഞാൽ സങ്കടം, പ്രസാദം എന്ന് പറഞ്ഞാൽ സന്തോഷം. ഭൂഷണം, ദൂഷണം. ഭൂഷണത്തിന്റെ വിപരീതം ദൂഷണം.
ഭൗതികം ആത്മീയം. ഉദ്ഗതി അധോഗതി. ഉദ്ഗതി എന്ന വാക്കിന്റെ വിപരീതം അധോഗതി. കൃതം അകൃതം. കൃതം അകൃതം. ജംഗമം സ്ഥാവരം. സ്ഥാവര ജംഗമ വസ്തുക്കൾ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. ജംഗമം സ്ഥാവരം. ജനി മൃതി. ജനിക്കുക മൃതി. ജനനം മരണം. ജനി മൃതി. നൂതനം പുരാതനം. നൂതനം എന്ന് പറഞ്ഞാൽ ന്യൂ, പുതിയത്. പുരാതനമാണ് നൂതനത്തിന്റെ വിപരീതം. പണ്ഡിതൻ പാമരൻ. പ്രഭാതം പ്രദോഷം. വികൃതി പ്രകൃതി. പ്രകൃതിയുടെ വിപരീതം വികൃതി എന്നാണ്. ഇഹം പരം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ലഘു ഗുരു. ലഘു എന്നതിന്റെ വിപരീത പദമാണ് ഗുരു. ചാരെ എന്നതിന്റെ വിപരീതം ദൂരെ. ചാരെ അടുത്ത്, ദൂരെ ദൂരെ. ഇത്രയൊന്നും ആവർത്തിക്കും. ഇതിൽ കുറച്ചൊക്കെ PSC പരീക്ഷകളിൽ മുൻകാലങ്ങളിൽ ചോദിച്ചതാണ്. ബാക്കി കുറച്ച് ഞാനതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. വിപരീത പദങ്ങൾ അങ്ങനെ സ്ഥിരമായി പരീക്ഷകളിൽ ചോദിക്കാറില്ല, എങ്കിലും ചില പരീക്ഷകളിൽ ചോദിച്ചു കണ്ടിട്ടുമുണ്ട്. അപ്പോൾ കൂടുതൽ ഇനി പരീക്ഷകൾ മുൻവർഷങ്ങളിൽ ചോദിച്ച കൂടുതൽ വിപരീത പദങ്ങളൊക്കെ ഞാൻ കണ്ടെത്തി മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ഏവർക്കും ബൈ. താങ്ക് യു.